ഗസയിൽ നിന്ന് നാം പറയുന്ന ഓരോ വാക്കും, ഓരോ ചിത്രവും വെറുതെയാവില്ല. വാക്കൊരു അമാനത്താണ്, ചിത്രമൊരു സന്ദേശമാണ്. ഞങ്ങളത് ലോകത്തിന് കൈമാറിയതുപോലെ നിങ്ങളും കൈമാറുക. തൂഫാനുൽ അഖ്സയുടെ ആദ്യ നാളുകൾ മുതൽ ഗസയിലെ വംശഹത്യയുടെ നേർക്കാഴ്ചകൾ തത്സമയം ലോകത്തിന് മുന്നിലെത്തിച്ച സ്വാലിഹ് അൽ ജഅഫ്രാവിയുടെ വാക്കുകളാണിത്. 2 വർഷം പിന്നിട്ട വംശഹത്യക്കൊടുവിൽ ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വന്ന നേരത്ത് സോഷ്യൽ മീഡിയയിൽ ആവർത്തിച്ച് കണ്ട ദൃശ്യങ്ങളിലൊന്ന് സ്വാലിഹ് ജഅഫ്രാവിയുടേതായിരുന്നു. വൈദ്യുതിയും വെളിച്ചവും ഇന്റർനെറ്റുമില്ലാത്ത ഗസയുടെ തെരുവുകളിൽ മൊബൈൽ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആഹ്ലാദത്തോടെ ഓടി നടന്ന് വെടിനിർത്തൽ പ്രഖ്യാപനം ഗസക്കാരെ അറിയിക്കുകയായിരുന്നു സ്വാലിഹ്. തന്റെ ജനതയുടെ കഷ്ടതകൾക്കിടയിലെ താൽക്കാലിക ആശ്വാസത്തിന്റെ ആഹ്ലാദവും പ്രതീക്ഷയും പ്രകടമായിരുന്നു ആ മുഖത്ത്. സയനിസ്റ്റ് ഭീകരർ ഗസയിൽ സംഹാരതാണ്ഡവം ആടുന്നതിൻ്റെയിൽ അവരേറ്റവും അധികം ഭയപ്പെട്ടതും അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കിയതും സ്വാലിഹ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരായിരുന്നു. മരണഭയമില്ലാതെ ഗസയുടെ ഓരോ ഇടവഴികളിലൂടെയും ഓടി നടന്ന് സയനിസ്റ്റ് ഭീകരരുടെ കൊടും പാതകങ്ങളുടെ ആഴപ്പരപ്പുകൾ അവർ ലോകത്തെ അറിയിച്ചുകൊണ്ടിരുന്നു. അക്കാരണത്താൽ തന്നെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ മാത്രം 250-ലധികം മാധ്യമപ്രവർത്തകരാണ് ഗസയിലെ കരൾ പിളർക്കുന്ന കാഴ്ചകൾ ലോകത്തെ അറിയിക്കുന്നതിനിടയിൽ ഷഹാദത്ത് വരിച്ചത്. അനസിനും ഇസ്മായിലിനും മുഹമ്മദ് സലാമിക്കും ഒടുവിൽ സ്വാലിഹ് അൽ ജഅഫ്രാവിയും ഷഹാദത്തിന്റെ മാധുര്യം നുകർന്ന് അള്ളാഹുവിലേക്ക് യാത്രയായി. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഗസയിൽ ഏറ്റവും അധികം കണ്ട മുഖങ്ങളിലൊന്നാണ് പ്രിയപ്പെട്ട സ്വാലിഹിൻ്റെത്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമാണ് സ്വാലിഹിന്റെ ഷഹാദത്ത് സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സയനിസ്റ്റ് സൈനിക ഗ്രൂപ്പുകളിൽ ഒന്നാണ് സ്വാലിഹിനെ തട്ടിക്കൊണ്ടുപോയി വെടിവെച്ചു കൊന്നത്. എന്റെ രക്തസാക്ഷിത്വം ഒരു അവസാനമാണെന്ന് നിങ്ങൾ കരുതരുത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു നീണ്ട പാതയുടെ ആരംഭമാണിത്. ഞാനൊരു സന്ദേശവാഹകനാണ്. എൻ്റെ ഈ സന്ദേശം കണ്ണടച്ചിരിക്കുന്ന ലോകത്തിനും സത്യത്തോട് മൗനം പാലിക്കുന്നവർക്കുമുള്ളതാണ്. ഇസ്രായേൽ വംശഹത്യയ്ക്ക് മൗനം കൊണ്ടും ശബ്ദം കൊണ്ടും കൂട്ടുനിൽക്കുന്നവരുടെ ഹൃദയത്തിലേക്കാണ് സ്വാലിഹിന്റെ അവസാന സന്ദേശം ഇരമ്പിയെത്തുന്നത്. ഇസ്രായേൽ കൊലപ്പെടുത്തുന്ന ഓരോ രക്തസാക്ഷിയും മരണത്തെക്കാൾ ശബ്ദമുള്ള സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറിയാണ് ഈ ലോകത്ത് നിന്നും യാത്രയാവുന്നത്. സ്വാലിഹിന്റെ സന്ദേശവും എക്കാലവും ഇവിടെ മുഴങ്ങി കേൾക്കും.